മുൻ DGP TP സെൻകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. മതസ്പർദ്ധ വളർത്തുന്ന വിധം അഭിമുഖം നൽകിയെന്ന പരാതിയിലാണ് അന്വേഷണം. വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ലെസ്ലി, ഒരു പ്രമുഖ വാരികയ്ക്ക് നൽകിയ അഭിമുഖമായിരുന്നു. പീപ്പിൾ TV ആണ് അതെടുത്ത് കൃത്യമായി അതിൻ്റെ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ആ വാർത്തയെ പുറം ലോകത്ത് കൂടുതൽ സമഗ്രമാക്കുകയും ചെയ്തത്. ഇപ്പോൾ എന്ത് പരാതിയാണ് മുൻ DGP TP സെൻകുമാറിനെതിരെ എടുത്തിരിക്കുന്നത്? എന്ത് പരാതിയിൽ എന്ത് കേസാണ് എടുത്തിരിക്കുന്നത്? ലെസ്ലി, ബോധപൂർവം മതസ്പർദ്ധ വളർത്തുന്നു എന്ന് കാണിച്ച് ചില സംഘടനകളും 6ഓളം വ്യക്തികളും നൽകിയ പരാതി ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിന്മേലുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് TP സെൻകുമാറിനെതിരെ കേസെടുക്കുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നതും. ഇത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസം DGP ലോക്നാഥ് ബെഹ്റ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. ബോധപൂർവം മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു. IT നിയമത്തിലെ വിവിധ വകുപ്പുകളും അദ്ദേഹത്തിനെതിരെ ചാർത്തുന്നുണ്ട്. ചില ബോധപൂർവം മതസ്പർദ്ധ വളർത്തുന്ന വകുപ്പ് അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പായിരിക്കും അദ്ദേഹത്തിനെതിരെ ചുമത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യാ ഘടന നോക്കൂ. 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 മുസ്ലിം കുട്ടികളാണ് ഉള്ളത്. മുസ്ലിം ജനസംഖ്യ 27%. 54% ഹിന്ദുക്കളുടെ ജനന നിരക്ക് 48%-ൽ താഴെ മാത്രമാണ് എന്ന വിവാദ പരാമർശമാണ് ഓൺലൈൻ മാഗസിന്റെ അഭിമുഖത്തിൽ TP സെൻകുമാർ നടത്തിയത്. എന്തായാലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന വാദവും TP സെൻകുമാർ നിരത്തുന്നുണ്ട്. എന്തായാലും DGP സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിക്കെതിരെ സംസ്ഥാനത്ത് മതസ്പർദ്ധ ബോധപൂർവമായി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് എതിരെ കേസെടുക്കുന്ന അപൂർവം സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അജിംഷാദ്, അതുതന്നെയാണ് ലെസ്ലി. അതായത് മുൻ DGP ആയിരുന്ന ആൾ ഈ വിധത്തിൽ ജാതിയും മതവും തിരിച്ച് മുസ്ലിം, ക്രിസ്ത്യൻ, അതിൻ്റെ ജനസംഖ്യകൾ, ഒപ്പം അതിൻ്റെ രാഷ്ട്രീയങ്ങളൊക്കെ, ആ പരിപ്രേക്ഷ്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ തൻ്റെ രാഷ്ട്രീയ നിലപാടാണ് ഇതെന്ന് വരുത്താനുള്ള ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില മതസ്പർദ്ധ വളർത്തുക എന്നതാണ്. ഒപ്പം അതിൻ്റെ ഗൗരവം ആഴം കൂട്ടിയിരുന്നത് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ഈ നാട്ടിൻ്റെ DGP ആയിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വിവേചനപരമായി ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഗൗരവം കൂടി ആ ഇപ്പോൾ എടുത്ത കേസിൽ ഉള്ളടങ്ങിയിട്ടുണ്ടാകാം. ലെസ്ലി ജോൺ. ജിംഷാദ്, DGP ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനത്തിന്റെ തലപ്പത്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ബോധപൂർവമായ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. എന്തായാലും അത് മുൻ DGP ആയാലും ഒരു സാധാരണ പൗരനായാലും ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുക എന്നുള്ളതാണ് നിയമപരമായുള്ള ഭാഗം. അത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതും. എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ കേസ് വിശദമായി അന്വേഷിക്കും എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശരി ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത്.